ഡെയിലി എണീറ്റ് വരുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ചെറിയതായിട്ടൊന്ന് പ്ലാൻ ചെയ്യും കേട്ടോ. എന്തൊക്കെ ചെയ്യണമെന്നും എത്ര സമയത്തിനുള്ളിൽ കിച്ചണും കഴിച്ചിലാവണം എന്നൊക്കെ ഉള്ള ചെറിയൊരു പ്ലാനിങ് എപ്പോഴും മനസ്സിലുണ്ടാവേ. അപ്പോൾ പിന്നെ എന്നും ചെയ്യുന്ന പോലെ ഇന്നും ചോറ് തന്നെയാണ് ആദ്യം അടുപ്പിലേക്ക് വെച്ചത്. പിന്നെ കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുത്ത് എന്തായാലും ഒരു 1.5 മണിക്കൂർ മാക്സിമം 2 മണിക്കൂറൊക്കെ ഞാൻ കിച്ചണിൽ ചിലവാക്കാറുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തായാലും എൻ്റെ പണി കഴിയും. ഒന്ന് പ്ലാൻ ചെയ്ത് തലേ ദിവസമൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് എൻ്റെ പണികളൊക്കെ കഴിയും കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് കേക്ക് ഉണ്ടാക്കാനും ബാക്കി എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള സമയം കിട്ടുന്നത്. എനിക്ക് ഇഷ്ടം പോലെ വെക്കേഷനായിട്ട് ഒരു എന്താ പറയുക, ഒരു തിരക്കും ഇല്ല കേട്ടോ. അപ്പോൾ എവിടേക്ക് പോകാനാണെങ്കിലും എല്ലാത്തിനും കാരണം ഞാൻ എന്നും എവിടെ പോകാനാണെങ്കിലും ചോറ് വെച്ചിട്ടേ പോവാറുള്ളൂ. മാക്സിമം ചോറ് വെച്ചിട്ടേ പോവാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ രാത്രി വന്നാൽ നമ്മൾ തന്നെ പണിയെടുക്കണ്ടേ. അപ്പോൾ അതിലും നല്ലത് രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് പോയാൽ രാത്രി വന്നാൽ കുറച്ചുകൂടി സുഖമാണല്ലോ. പിന്നെ എവിടെയെങ്കിലും പോയാൽ നമുക്ക് ഭയങ്കര ടയേർഡാവുകയും ചെയ്യും. സ്കൂളിൽ പോകുമ്പോഴേ അങ്ങനെയാണ്, മാക്സിമം പണികളൊക്കെ രാവിലെ തന്നെ ചെയ്ത് വെച്ചിട്ടാണ് പോവുക. പിന്നെ രാത്രി വന്നാൽ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പിറ്റേന്നത്തേക്കുള്ളത് എന്തെങ്കിലും ചെറുതായി പ്ലാൻ ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂന്ത ഫ്രൈ ആട്ടോ ഉള്ളത്. ആ കൂന്തൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആണ്. കാരണം കൂന്ത കടുക്കൊക്കെ എൻ്റെ ഫേവറേറ്റ് മീനാണ്. അപ്പോൾ മാന്തക്കറി ആട്ടോ വെച്ചത്. അതിലേക്കുള്ള വറവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്ത ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറ് വേവാനായപ്പോഴാട്ടോ ഗ്യാസ് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ വേഗം അതൊന്ന് കറണ്ട് അടുപ്പിലേക്ക് വെച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോഴേക്ക് മോന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഒന്ന് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കഴിഞ്ഞ് പാത്രം കഴുകലും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ അടുക്കളപ്പണി കഴിയും.